നമ്മുടെ മനുഷ്യ ജന്മം എടുത്തു കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യമാണ് എപ്പോഴും ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഈ സർവ ചരാചരങ്ങളും സൃഷ്ടിച്ച് ഈ വിശ്വത്തിന്റെ മുഴുവനും അധിപതിയായി വിളങ്ങുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ സ്വരൂപനായി വിളങ്ങണ ഭഗവാനെ കുറിച്ചിട്ട് പറയാൻ ഈ നാവ് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഈ നാവ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അല്ലെ? നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും പറയുകയും ചെയ്യണു. പക്ഷേ നമ്മുടെ നാവിന്റെ യഥാർത്ഥ ധർമ്മം എന്താണ്? ഭഗവാനെ സ്തുതിക്കണം. ഭഗവാന് വേണ്ടിയിട്ട് വേണം നമ്മുടെ കൈകളാകട്ടെ, നമ്മുടെ കാലുകളാകട്ടെ, നമ്മുടെ ബുദ്ധിയാകട്ടെ, നമ്മുടെ കണ്ണുകളാകട്ടെ, ചെവികളാകട്ടെ, ഇതൊക്കെ എപ്പോൾ ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നോ അപ്പോഴാണ് പരിപൂർണമായ സന്തോഷവും ശാന്തിയും നമുക്ക് ലഭിക്കുക. ആ ശാന്തിയിലൂടെ, ആ സന്തോഷത്തിലൂടെയാണ് ഇപ്പോ ഞാൻ കടന്നു പോകുന്നത്. ഇത് എന്റെ ഭാഗ്യം, ഹന്തഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് എന്റെ മഹാഭാഗ്യമായി കരുതുന്നു. 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ എനിക്ക് ഇത്രയും സന്തോഷം കിട്ടില്ല. എനിക്ക് ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഒരു സുഖവാസം കിട്ടിയാൽ എനിക്ക് ഇത്രയും സന്തോഷം കിട്ടില്ല. എനിക്ക് എപ്പോഴും സന്തോഷം ഭഗവാനെ കുറിച്ച് പറയുമ്പോ, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങള് മറ്റുള്ളവരോട് പറയുമ്പോ കിട്ടണ ആ ഒരു സന്തോഷവും സംതൃപ്തിയും എനിക്ക് ഈ വിഭവ സമൃദ്ധമായിട്ട് ഇലയിട്ട് എന്നെ ഊട്ടിയാ പോലും എനിക്ക് കിട്ടില്ല. അത്രയും സന്തോഷമാണ് എപ്പോഴും ഭഗവാനെ കുറിച്ച് പറയാൻ. എന്റെ ഒരു അനുഭവം, ദേവിയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾ കളിക്കാനും പലതരത്തിലുള്ള കളികൾ കളിക്കാൻ പോകും. വായിക്കാനാണെങ്കിലും പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. ഭൗതികപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പുസ്തകങ്ങളുണ്ട്, വാരികകളുണ്ട്, മാസികകളുണ്ട്. പക്ഷെ എന്റെ ചെറിയ പ്രായത്തില് എനിക്ക് താല്പര്യം ഭാഗവത കഥകൾ പഠിക്കാനും ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ഇതൊക്കെയായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോഴേ എന്റെ താല്പര്യം അങ്ങനെ ആയിപ്പോയിരുന്നു. അപ്പോ എന്റെ വീട്ടില് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആള്. അച്ഛൻ ക്ഷേത്രങ്ങളിൽ പോകും, പ്രാർത്ഥിക്കും. അമ്മയും അങ്ങനെ തന്നെയാ. അമ്മയ്ക്ക് നാമം ചൊല്ലാൻ പോലും അറിയില്ല. രാമായണം ഒന്നും പാരായണം ചെയ്യാനൊന്നും അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഇതൊക്കെയാ ഇഷ്ടം. ഞാൻ എന്തെങ്കിലും രാമായണോ ഭാഗവതോ ഭഗവാന്റെ എന്തെങ്കിലും മന്ത്രങ്ങളോ ജ്യോതിഷരത്നോ അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള എവിടെ എന്ത് കാര്യം കിട്ടുമോ അത് ഓടിപ്പോയി വായിക്കുക, പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഏകദേശം ഇപ്പോ നമ്മുടെ ഭാഗവത ആചാര്യം പറഞ്ഞ പോലെ പ്രഹ്ലാദന്റെ ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ എന്താ, എല്ലാവർക്കും ഒറ്റപ്പെടുമായിരുന്നു. ഈ കുട്ടിക്ക് സാധാരണ പോലെയല്ല, ഈ കുട്ടി എന്തോ ഒരു ചെറിയ ഭക്തി മൂത്ത് വട്ടായ കുട്ടിയാണ് എന്ന് ചെറുപ്പം മുതലേ ഈ പേര് കേട്ടാണ് ഞാൻ വളർന്നത്. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു. കാരണം എപ്പോഴും സജ്ജനങ്ങളോട് ചേർന്നിരിക്കാനും ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും പഠിക്കാനും വായിക്കാനും ഒക്കെ കഴിഞ്ഞത് അന്ന് കളിയാക്കിയവര് പോലും ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇപ്പോ ചോറ്റാനിക്കര പോലുള്ള രാജരാജേശ്വരിയായി വിളങ്ങുന്ന ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും വലിയ ഊർജ കേന്ദ്രാണ് ഇവിടെ. ഈ ഊർജത്തിന്റെ ഒരു പൊടി നമുക്ക് കിട്ടിയാ മതി. ജന്മസാഫല്യം എന്നാണ് പറയുന്നത്. ദേവിയുടെ ആ നോട്ടത്തിൽ നിന്ന് വരുന്ന ഊർജത്തിന്റെ ഒരു പൊടി നമുക്ക് കിട്ടിയാ മതി. മോക്ഷാണ്. ലക്ഷ്മി നാരായണ സ്വരൂപമായിട്ട് 5 ഭാവങ്ങളിലാണ് അമ്മ ഇവിടെ ഉള്ളത്. ഏത് ഭാവത്തിലാണോ ദേവിയുടെ ഏത് ചൈതന്യ ഭാവമാണോ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്, ആ ഭാവമൊക്കെ ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ അമ്മയുടെ സന്നിധിയിൽ വരാൻ പോലുള്ള ഭാഗ്യം കിട്ടി എന്ന് പറയുമ്പോ എന്നെ മുന്നേ കളിയാക്കിയവരോടൊക്കെ എനിക്ക് സന്തോഷവും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം അവർ എത്രമാത്രം ഭഗവത് നാമം ജപിക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ കഥകൾ പറയുന്നത് കൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടിക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ? വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? എന്തൊക്കെ ചെയ്യാ, എന്തിനാ ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് ഈ അന്ധവിശ്വാസ പ്രചരണം നടത്തുന്നത് എന്നാണ് പലരും ചോദിക്കുക. 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ നാമൊക്കെ ജപിക്കേണ്ടത്, ഈ ഭാഗവതമൊക്കെ പാരായണം ചെയ്യേണ്ടത്? വയസ്സത്തിയായിട്ട് ചെയ്യേണ്ട കാര്യല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കളിയാക്കണവർക്ക് പറയാൻ പറ്റുമോ
50 വയസ്സ് വരെ എനിക്ക് ആയുസ് ഉണ്ടാവോ ഭഗവാനെ കുറിച്ച് അറിയാൻ? അവർ ഉറപ്പ് പറയണം എനിക്ക് 50 വയസ്സ് ആയുസ് ഉണ്ടെന്ന്. അവർ ഉറപ്പ് പറഞ്ഞാൽ ഞാൻ 50 വയസ്സ് വരെ ഭോഗിയായിട്ട് നടക്കാം. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഭഗവാൻ ഈ മായ തന്നിരിക്കുന്ന ഈ ലോക സൃഷ്ടിയിലൊക്കെ രമിച്ച് ഭഗവാനെ മറന്ന് ഞാൻ നടക്കാം. പക്ഷെ അവരെനിക്ക് ഉറപ്പ് തരണം എനിക്ക് 50 വയസ്സ് വരെ ആയുസ് വേണം. ഇന്ന് രാവിലെ കണ്ണ് തുറക്കണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം, ഭഗവതി വിചാരിക്കണം, ആദിപരാശക്തി വിചാരിച്ചാലേ രാവിലെ നമുക്ക് കണ്ണ് തുറന്ന് ബോധം കിട്ടണമെങ്കിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആയിരിക്കുന്ന ഭഗവാനും പ്രാണശക്തിയായി വിളങ്ങുന്ന യൂണിവേഴ്സൽ ലൈഫ് എനർജി ഫോഴ്സ് എന്ന് പറയും ദേവിയുടെ ചൈതന്യം. അത് രണ്ടും നമ്മളിൽ വന്ന് കേറുമ്പോഴാണ് രാവിലെ എണീക്കുമ്പോ ഞാൻ പാർവതിയാണ് എന്നുള്ള ചിന്ത പോലും നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ ശരീരം എന്നുള്ളത് വെറും ജഡമാണ്. ഈ ജഡത്തിന് ഊർജം കൊടുക്കുന്നതാണ് ആദിപരാശക്തി എന്ന് പറയുന്നത്. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും കൊടുത്ത് ബുദ്ധി അങ്ങോട്ട് ജ്ഞാനശക്തിയിൽ വർക്കൗട്ട് ആവുമ്പോഴാണ് ഈ ഭഗവാനെ തന്നെ കുറ്റം പറയാനുള്ള ബുദ്ധി പോലും നമുക്ക് കിട്ടണത്. അപ്പൊ നോക്കൂ, ഈ ശരീരത്തിന്റെ കേവലത എത്രയുള്ളൂ. അപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് ഞാന് എന്റെ ഈ ജന്മം മറ്റുള്ള വിഷയങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി ഇത് കളയണോ അതോ ഭഗവാനെ സ്തുതിച്ച് ആനന്ദത്തോടുകൂടി ഇരിക്കണോ? നിങ്ങൾ പറയൂ, ഏതാ ശരി? എല്ലാത്തിനും മീതെ ഭഗവാൻ ആരാണോ അല്ലെങ്കിൽ ദേവിക്ക് ആരാണോ പ്രാധാന്യം കൊടുക്കുന്നത് അവർക്ക് എല്ലാം കാലക്രമേണ വന്നു ചേരുന്ന പറയണത്. നമ്മൾ പോയിട്ട് ക്ഷേത്രങ്ങളിൽ പോയി ഒന്നും ആവശ്യപ്പെടണ്ട. അന്തര്യാമിയായിരിക്കണ ലക്ഷ്മി നാരായണ സ്വരൂപമായിരിക്കണ ഭഗവാനെ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് അവിടെ പോയി നിന്ന് കരഞ്ഞു പറയേണ്ട കാര്യമുണ്ടോ? അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? മനസ്സ് ഏകാഗ്രമായി വെക്കുക. ഹൃദയത്തിലിരിക്കുന്ന ജ്യോതി സ്വരൂപമായിരിക്കുന്ന ജ്യോതി സ്വരൂപം. ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശാണ്. പ്രകാശം അറിവിന്റെ പ്രകാശം, ഐശ്വര്യത്തിന്റെ പ്രകാശം, സംരക്ഷണത്തിന്റെ പ്രകാശം. അതുകൊണ്ടാണ് ഇവിടെ ദേവി 3 ഭാവങ്ങളിലാണല്ലേ. രാവിലെ 7 മണി വരെ ആരായിട്ടായിരിക്കണ? വിദ്യാസ്വരൂപിണിയായ സരസ്വതിയായിട്ട്, വെള്ളവസ്ത്രധാരിണിയായിട്ട് അമ്മ ഇരിക്കണു അല്ലേ. 7 മണി കഴിഞ്ഞാലോ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന സർവാഭീഷ്ടവരദായിനിയായ മഹാലക്ഷ്മി സ്വരൂപമായിട്ട് ചോപ്പ് വസ്ത്രം അണിഞ്ഞ് ഭഗവതി ഇരിക്കണു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആണെങ്കിലോ ശക്തിയുടെ സംരക്ഷണത്തിന്റെ പ്രതീകമായിട്ട് വലത് കൈയില് അഭയമുദ്ര, ഇടത് കൈയില് വരദമുദ്ര. എന്താ അങ്ങനെ? വലത് കൈയില് സാധാരണ അഭയമുദ്രയാണല്ലോ ധരിക്കേണ്ടത് അമ്മ. എന്താ വലത് കൈയില് അഭയമുദ്രയും ഇടത് കൈയില് വരദമുദ്രയും കാണിക്കുന്നേ? ചിലർ പറയും എന്തെങ്കിലും ഇങ്ങോട്ട് താ എന്നാ ഞാൻ അങ്ങോട്ട് അനുഗ്രഹം തരാന്ന്. ശുദ്ധ മണ്ടത്തരാണ്. അങ്ങനെയൊന്നുമില്ല. ദേവിക്ക് എന്തെങ്കിലും കൊടുക്കണോ നമ്മള്? ഈ സകല ചരാചരങ്ങളും അമ്മയുടെ പാദത്തിലായിരിക്കണേ. അപ്പൊ എന്തെങ്കിലും താ എന്നാ ഇങ്ങനെ അനുഗ്രഹം തരാന്നാണോ അർത്ഥം? അർത്ഥം അങ്ങനെയാണോ? അല്ല. വാ, ഇവിടെ നീ അഭയം കാണ്. എന്നാ നീ പിന്നെ ഒന്നും പേടിക്കണ്ട. ഞാൻ നിനക്ക് ജ്ഞാനവും ഐശ്വര്യവും അഭയവും എല്ലാം തരും. എവിടെ? ഈ പാദത്തില് വരണം, സമർപ്പണം ചെയ്യണം. ആരാണോ എന്നിൽ ആത്മസമർപ്പണം ചെയ്യുന്നത്, ആരാണോ എന്നില് ആത്മസമർപ്പണം ചെയ്യണത് അവരുടെ സർവാഭീഷ്ടങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കും. അതാണ് അമ്മ വലത് കൈയില് അഭയമുദ്രയും ഇടത് കൈയില് വരദമുദ്രയും ധരിച്ചു നിൽക്കുന്നത്. അപ്പോ നോക്കൂ, ദേവി എത്ര കരുണാമയിയാണ്. ചൊറ്റാനിക്കര അമ്മ എന്താണ് അഭയം കൊടുക്കുന്നത്? മനുഷ്യർക്ക് മാത്രമാണോ അഭയം കൊടുക്കുന്നത് അമ്മ? അരൂപികളായിരിക്കണ പ്രേത ഭൂത ആത്മാക്കൾക്ക് പോലും അമ്മ അഭയം കൊടുക്കണു. നമുക്ക് പേടിയാണ്. അയ്യോ, നെഗറ്റീവ് എനർജീസ്. ഈ നെഗറ്റീവ് എനർജീസും പോസിറ്റീവ് എനർജീസും എല്ലാത്തിനും അഭയം കൊടുക്കണ രാജേശ്വരിയാണ് അമ്മ. രാജേശ്വരി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് അറിയോ അമ്മ? എന്തുകൊണ്ടാ രാജേശ്വരി എന്ന് വിളിക്കണ എന്താന്ന് അറിയോ അമ്മേ? രാജാക്കന്മാരാരാ? ഈ ഭൂമി ഭരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ അധിപതികളായിട്ട് ഭഗവാൻ നിയോഗിച്ചവരാണ് രാജാക്കന്മാർ. ഈ രാജാക്കന്മാരുടെ രാജാവ് പ്രജാപതി എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിൽ അറിയാം
സർവ പ്രജാപതിയാണ് ഭഗവാൻ മൂർത്തിയായ ഭഗവാൻ. ആദിനാരായണൻ പ്രജാപതിയാണ്. അപ്പൊ രാജാക്കന്മാരുടെ രാജാവ് ഭഗവാൻ. ആ രാജാവിനെ ഭരിക്കുന്നത് ആരാണ്? ഈശ്വരിയായ അമ്മയാണ്. നോക്കൂ, അപ്പോ സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച ഭഗവാനെ കൺട്രോൾ ചെയ്യണ ആരാണ്? ആദിപരാശക്തിയായ അമ്മയാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മേ ഈശ്വരി എന്ന് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സർവഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവൻ. ഭൂതം എന്ന് പറഞ്ഞ പ്രേതത്തിനെയല്ല, പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളാലാണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രഹ്മാണ്ടം മുഴുവനും 5 തത്വങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാ തത്വങ്ങള്? ഭൂമി, ജലം, വായു, പിന്നെ അഗ്നി, ആകാശം. അല്ലെ? ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലും ഉണ്ട്. നമ്മുടെ ഓരോ കൈവിരലിലും ഉണ്ട് പഞ്ചഭൂതം. അല്ലെ? തള്ളവിരൽ എന്തിനാ പ്രതികരിക്കുന്നത്? അഗ്നിയെ പ്രതികരിക്കുന്നു. ചൂണ്ടുവിരല് വായുവിനെ പ്രതികരിക്കുന്നു. നടുവിരല് ആകാശത്തെ പ്രതികരിക്കുന്നു. ഈ മോതിരവിരല് ജലത്തെ പ്രതികരിക്കുന്നു. ചെറുവിരല് ഭൂമിയെ പ്രതികരിക്കുന്നു. ഇങ്ങനെ 5 വിരലുകൾ കൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മള് കൈ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഈ കയ്യിൽ തന്നെ പഞ്ചഭൂത തത്വങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പഞ്ചഭൂതങ്ങളെ ക്രമീകരിക്കാനുള്ള എല്ലാ തത്വവും ഈ പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരത്തിലെ കൈകൾക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ അഭയവരദ മുദ്ര ധരിക്കുമ്പോ കൈയിൽ നിന്ന് പ്രാണശക്തിയാണ് പ്രവഹിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നാണ് പ്രാണശക്തി ഉണ്ടാവുന്നത്. പ്രപഞ്ചത്തിലെ പ്രാണശക്തിയെ ഈ കൈയുടെ ഈ വിരലുകളുടെ തുമ്പാണ് ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയും ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ മുതിർന്ന ഗുരുക്കന്മാര് നമസ്തേ, അതായത് നമസ്കരിക്കാൻ പഠിപ്പിക്കും. ആദര സൂചകമായി നമ്മൾ നമസ്കരിക്കണം എന്ന് പറയാൻ കാരണം എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് കൈകളിലൂടെയാണ്. അപ്പൊ നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അയാളുടെ എനർജി അങ്ങോട്ട് നമ്മുടെ കയ്യിലേക്ക് വരും. അതുകൊണ്ടാണ് ആരും ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴും ഹഗ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. അവിടെ ഒരു എനർജി ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഹഗ് ചെയ്താൽ പോസിറ്റീവ് എനർജി നമുക്കും കിട്ടും. പക്ഷെ നെഗറ്റീവ് എനർജി ഉള്ള ആളെയാണ് കൈയും ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഹഗ് ചെയ്യണമെങ്കിലോ അവരുടെ നെഗറ്റീവ് എനർജി കിട്ടും. അപ്പൊ അവരെന്തൊക്കെ മാനസിക പ്രശ്നങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത് അത് നിങ്ങളുടെ ഓറയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കൈ കഴുകണം. ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പോലും കൈ കഴുകണം. ഈ പ്രാണശക്തിയെ, ഈ കോസ്മിക് എനർജിയെ മൊത്തം അട്രാക്ട് ചെയ്തത് നമ്മുടെ കൈയാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകള് എല്ലാരെയും കാണുമ്പോൾ നമസ്തേ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മള് പാശ്ചാത്യ സംസ്കാരം സ്വീകരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാവരുടെ എനർജി ഇങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് അവരങ്ങോട്ട് ഉയരുകയും ചെയ്യും. പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് ഊർജം പോണത്. നെഗറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവ് എനർജിയുള്ള ആള് നമ്മൾ നല്ല നാമം ജപിച്ച് ശക്തിയോടുകൂടി നിൽക്കുമ്പോ നെഗറ്റീവ് എനർജി ഉള്ള ഒരാൾ വന്ന് കൈ കൊടുക്കുമ്പോ അതോടെ ആ എനർജി ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൈകൾ വളരെ ശ്രദ്ധിക്കുക. അപ്പൊ പറഞ്ഞു വന്ന എന്താണ്? അഭയവരദ മുദ്ര ധരിച്ചിരിക്കുന്ന രാജരാജേശ്വരിയായ ഈശ്വരി എന്ന് പറഞ്ഞാൽ സർവഭൂതങ്ങളുടെയും അധിപതി. ഈ പഞ്ചഭൂത നിർമ്മിതമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ഭഗവാനെ പോലും നിയന്ത്രിക്കുന്ന അമ്മയാണ്. സാക്ഷാൽ ആദിപരാശക്തിയാണ് ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത്. ജ്യോതി ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്നു അല്ലേ? ജ്യോതി ആനയിച്ച കരയാണ് ചോറ്റാനിക്കരയും അറിയില്ലേ? ജ്യോതി ആനയിച്ച ആരാ കൊണ്ടുവന്നത്? ജഗദ്ഗുരുവായ ശങ്കരാചാര്യർ. ശങ്കരാചാര്യ സ്വാമികൾക്ക് മുമ്പേ ഇവിടെ ഒരു കാട്ടുവാസിയായ കണ്ണപ്പൻ പൂജിച്ചിരുന്ന രുദ്രശിലയിലും കൃഷ്ണശിലയിലുമാണ് ആദ്യം ദൈവിക ചൈതന്യം ഉണ്ടായത്. ചോറ്റാനിക്കര അമ്മയുടെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്റെ ചെറുപ്പത്തില് ഈ കഥ ഞാൻ സിനിമയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്. തിരുവനന്തപുരത്ത് ചെറിയ കുട്ടിയാകുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ ദേവിയുടെ സിനിമകള്, ഗുരുവായൂരപ്പന്റെ സിനിമകള് ഇതൊക്കെ എനിക്ക് ഇഷ്ടം. അപ്പോ ഈ ദേവിയുടെ ചോറ്റാനിക്കര അമ്മയുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചെറിയ കുട്ടിയാകുമ്പോ ഒരു ആറ്റുകാൽ പൊങ്കാല നടക്കണ സമയം. അപ്പൊ അതിന്റെ തലേ ദിവസം ഇവിടെ മകൻതൊഴലാണല്ലോ. അന്നേരം ആ സമയത്ത് ചോറ്റാനിക്കര അമ്മയുടെ സിനിമ അന്ന് ദൂരദർശനിൽ ഇടാറുണ്ട്. അപ്പൊ ഞാൻ ആ സിനിമ കണ്ടു. അപ്പൊ സിനിമ കണ്ടപ്പോ എനിക്ക് വളരെ ആഗ്രഹം, ദേവിയോ ഒന്ന് കാണണമെന്ന് ആഗ്രഹം. മാത്രമല്ല യക്ഷിയുടെ ഒക്കെ ഒരു കഥയുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്റെ കുട്ടി മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു. എനിക്ക്
എനിക്ക് ഒന്ന് അമ്മയെ ഒന്ന് വന്ന് കാണണം. അപ്പൊ എന്റെ അച്ഛനോടും അമ്മേനോടും ഞാൻ പറഞ്ഞു, എപ്പോഴും പറയും എനിക്ക് ചോറ്റാനിക്കര അമ്മയെ ഒന്ന് കാണണം. അതില് ബേബി ശാലിനി എന്ന് ഒരു കൊച്ചുകുട്ടിയായിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിലാ ദേവി വരിക. അപ്പൊ ആ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ എന്നും അമ്മേനോടും അച്ഛനോടും പറയും എനിക്ക് ചോറ്റാനിക്കര അമ്മയെ കാണണം, എന്നെ ഇവിടേക്ക് ഒന്ന് കൊണ്ടുവരുമോ അച്ഛാ എന്ന് ചോദിക്കും. അങ്ങനെ ഒടുവില് ഗത്യന്തരം ഇല്ലാണ്ട് എന്റെ അച്ഛനൊക്കെ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ കൊണ്ടുവരാൻ ഒരു സാധാരണ ഒരു ഇതില് ജോലി ചെയ്യാണ് അച്ഛൻ. അപ്പൊ കൊണ്ടുവരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ബസ്സിലൊക്കെ കയറി വരണം. പക്ഷെ ഞാനിങ്ങനെ നിരന്തരം പറയണ കാരണം അച്ഛൻ ഒരു ദിവസം പറഞ്ഞു ചോറ്റാനിക്കര അമ്മയെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. ഞങ്ങള് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി, തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി, ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴേക്കും ദേവിയുടെ നട അടച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഒരുപാട് സങ്കടമായി. എനിക്കൊരു അനിയത്തി ഉണ്ട്, ഗൗരി. അവള് കുഞ്ഞു കുട്ടിയാണ്. എന്റെ ശരിക്കുള്ള പേര് പാർവതി എന്നാണ്, സ്വസ്തിക പാർവതി എന്നാണ് ഇങ്ങനെ ഭഗവത് കഥകൾ പറഞ്ഞും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ക്ഷേത്രങ്ങൾ തോറും പറഞ്ഞൊക്കെ അറിയപ്പെടുന്നത്. എന്റെ ചാനലിന്റെ പേര് സ്വസ്തിക എന്നായത് കാരണം സ്വസ്തിക പാർവതി എന്നാ അറിയപ്പെടുന്നത്. അപ്പോ ഇങ്ങനെ പാർവതിയും ഗൗരിയും കൊണ്ട് അച്ഛൻ വന്നു. അന്നേരം വാതിൽ അടച്ചിരുന്നു. സങ്കടായി. കീഴ്ക്കാവിൽ പോയി പ്രാർത്ഥിച്ചു. അന്നേരം ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഇവിടെ താഴത്തൊരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ രൂപം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ബുക്ക് സ്റ്റാളിൽ നോക്കിയപ്പോ ഒരു നീല കളറ് ബാക്ക്ഗ്രൗണ്ടില് സ്വർണ്ണ നിറത്തില് അമ്മയുടെ അകത്തുള്ള വിഗ്രഹം അത് കണ്ടു. അന്നേരം ഞാൻ അച്ഛനോട് വാശി പിടിച്ച് എനിക്ക് ആ പുസ്തകം വാങ്ങി തന്നു അച്ഛൻ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ അമ്മേനെ ചെറുപ്പത്തില്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താ പറയാ ബസ് കയറി വീട്ടിലെത്തണം. അപ്പൊ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല അന്ന്. പക്ഷെ പിന്നെ എന്റെ വിവാഹം കഴിഞ്ഞ് എന്നെ മലപ്പുറം തിരൂരിലേക്കാണ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് എന്റെ ഭർത്താവിന്റെ കൂടെ ഒരുപാട് തവണ എനിക്ക് ചോറ്റാനിക്കര അമ്മയെ കാണാൻ വരാൻ പറ്റി. മകം തൊഴാറുണ്ട്. അടുപ്പിച്ചിപ്പോ 3-4 കൊല്ലമായിട്ടാ മകം തൊഴാനും അമ്മയുടെ കരുണ ഉണ്ടായി. അപ്പോ നോക്കൂ, അമ്മേനോടുള്ള അന്നത്തെ ഇഷ്ടം അമ്മ അവിടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഇഷ്ടം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മേനോട് എനിക്ക് എത്ര ഇഷ്ടമാണെന്നുള്ളത് അമ്മയ്ക്കറിയാം. അപ്പൊ അമ്മ കുറച്ച് സമയം എടുത്തുവെങ്കിലും എനിക്കിപ്പോ നോക്കൂ, ഇവിടെ ഇരുന്ന അമ്മയെ കുറിച്ചിട്ട് ഇത് പറയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തന്നു. നോക്കൂ എത്ര കരുണാമയിയാണ് അമ്മ. അപ്പോ മനസ്സിന്റെ ആ ഹീലിംഗ് എന്ന് പറയുന്നത്, ആ അഭയം, എല്ലാവർക്കും എന്താ പറയേണ്ടത്, എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഒരു ആശ്രയം വേണം അല്ലെ. നമ്മുടെയൊക്കെ ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണിയാണ് അമ്മ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഫലം ഉണ്ടാവില്ല, പക്ഷേ അമ്മ പരീക്ഷിക്കും. ഈ സ്നേഹവും ഇഷ്ടവും ഒക്കെ സ്ഥിരാണോ, അതോ കുറെ കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോ വിട്ടുപോകുന്നതാണോ നിനക്ക് എന്നോടുള്ള ഇഷ്ടം എന്നുള്ളത് അമ്മ എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ. നമ്മളെ പെട്ടെന്ന് കയറി ആരെയും സുഹൃത്തുക്കളാക്കാൻ പറ്റുമോ? നമുക്ക് പെട്ടെന്ന് കയറി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അമ്മ. കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യന് മാത്രാണ് മനനം ചെയ്യാൻ കഴിവുള്ളത്, മായ ബാധിക്കുന്നത്. അപ്പൊ അവന്റെ ബുദ്ധി എപ്പോഴും വ്യതിചലിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തന്ന് സൃഷ്ടി നടത്തി. മനുഷ്യർക്ക് മാത്രം ബുദ്ധി കൊടുത്തു, അതായത് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു. അപ്പൊ മനുഷ്യൻ എന്താ ചെയ്യാ? ഭൂമിയിൽ വന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോ സ്വന്തമായിട്ട് ചില ധാരണകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഈശ്വരനെ കുറിച്ചിട്ടും ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, അറിയണ്ടാവില്ല. എങ്കിലും പൊതുവെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും ഒക്കെ നമ്മൾ ഈശ്വരനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കും. ആ ധാരണയിൽ എന്തെങ്കിലും ഒരു വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോ അത്ര നേരവും ഭഗവാനാണ് എല്ലാം, അല്ലെ ഈശ്വരനാണ് എല്ലാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു പരീക്ഷണം ഇട്ടു കൊടുക്കുമ്പോ പെട്ടെന്ന് പറയും എനിക്ക് ഭഗവാനും വേണ്ട, എനിക്ക് നാമവും ജപിക്കണ്ട, ഇതൊക്കെ കള്ളത്തരാണ്, എല്ലാവരും പറ്റിപ്പാണ്, ദേവിയും ദേവനും ഭഗവാനും എല്ലാം പറ്റിപ്പാണ് എന്ന് പറയും. അത് വിപരീത ബുദ്ധി എന്ന് പറയും. പക്ഷേ ഇതെന്തു പരീക്ഷണം വന്നാലും ആ തൃപ്പാദത്തിൽ സമർപ്പണം ചെയ്ത കൈ ഞാൻ വിടില്ല ദേവി, നീ എന്നെ എന്തൊക്കെ പരീക്ഷിച്ചോ, പക്ഷേ ഞാൻ ആ പിടി വിടില്ല എന്ന് മനസ്സിൽ ആ സമർപ്പണം ഉറയ്ക്കുമ്പോ പിന്നെയാണ് കളികൾ തുടങ്ങാം. പിന്നെ നമ്മൾ ചുമ്മാതെ അങ്ങോട്ട് ഇരുന്നു കൊടുത്താൽ മതി. ബാക്കി ഭഗവാൻ ദേവി ബാക്കി പിന്നെ ചെയ്തോളും. നമ്മൾ ഒന്നും അറിയണ്ട, എല്ലാം അങ്ങടെ ഇങ്ങടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴോ നമുക്ക് ഒന്നിനോടും ആഗ്രഹം ഉണ്ടാവില്ല. നേരത്തെ തല അടിച്ച് നില വിളിച്ച് കരഞ്ഞു, അവരെന്നെ അങ്ങനെ പറഞ്ഞു, അതെനിക്ക് കിട്ടിയില്ല, ഇതെനിക്ക് തന്നില്ല,
പിന്നെയോ അതൊക്കെ വരും തിരിച്ച്. അന്നേരം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല അവയോട്. നമ്മുടെ മനസ്സിൽ ആ സംതൃപ്തി, നമുക്ക് ഒന്നും വേണ്ട, പരമാനന്ദത്തിലെത്തി, ആ ദേവിയെ കിട്ടി. നോക്കൂ, കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ആ കുട്ടി കരഞ്ഞോണ്ടേയിരിക്കുക. അയ്യോ എന്റെ കാലൊടിഞ്ഞേ കാലൊടിഞ്ഞേ, എനിക്ക് വേദന സഹിക്കാൻ വയ്യേ. അവന് ഐസ്ക്രീം വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അയാൾ ഐസ്ക്രീം കൊണ്ടു കൊടുത്തു. ഉടനെ അവൻ ഐസ്ക്രീം കഴിക്കുമ്പോ ഈ കാലിന്റെ വേദന പിന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവില്ല. കാരണം അതിലും മധുരമുള്ള സാധനം, ഈ വേദനയൊക്കെ മറക്കുന്ന ഒരു സന്തോഷം അവന് കിട്ടി. പിന്നെ ഈ ചെറിയ വേദനയൊക്കെ ബോധേഡ് ആവണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യൂട്ടോ, അതിന് എന്നോട് ക്ഷമിക്കണം. അഹങ്കാരം കൊണ്ടല്ല ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ പഠിച്ചത്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ അങ്ങനെ ആവുമ്പോൾ ചിലപ്പോ അങ്ങനെ വന്നു പോണതാണ്. പരമാവധി ഞാന് മലയാള ഭാഷകള് വാക്കുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുമെങ്കിലും ചിലപ്പോ ഇങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോ അപ്പൊ ഐസ്ക്രീം കിട്ടിയ കുട്ടി കാലിന്റെ മുറിവ് മറന്നു. അതുപോലെ ഈ സകല ചരാചരങ്ങളിൽ നിന്ന് നമ്മൾ എന്തിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും ഒരു ഒടിവോ ചതവോ ദുഃഖമോ നമുക്ക് വരും, അല്ലേ? ഏത് വസ്തുവിൽ അറ്റാച്ച്ഡ് ആയാലും, ഏത് വ്യക്തിയിൽ അറ്റാച്ച്ഡ് ആയാലും, എന്ത് സ്ഥാനമാനങ്ങളിൽ അറ്റാച്ച്ഡ് ആയാലും അതൊക്കെ മായയായിട്ട് ദുഃഖമായിട്ട് പിന്നീട് വരും. അപ്പൊ ആ ദുഃഖത്തിനെ തരണം ചെയ്യാനുള്ള മാർഗം ഇതിനെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സന്തോഷത്തിനെ നമ്മൾ അങ്ങോട്ട് പിടിക്കണം. ആ സന്തോഷം ആർക്ക് മാത്രമേ പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ? സാക്ഷാൽ പരാശക്തിക്ക്, ഭഗവാന്, ഈശ്വരന് മാത്രമേ ആ പരമമായ സന്തോഷം പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ പരമമായ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേവലമായിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുവോ? വലിയ സംഭവം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഈ ചെറിയ വേദനകള്, രോഗം, വിഷമങ്ങൾ, ആരെങ്കിലും എന്തെങ്കിലും പറയണു ചെയ്യണു, സ്വത്തടിച്ചു മാറ്റി കൂടോത്രം ചെയ്യണു, ഇതൊക്കെ നമ്മളെ ബാധിക്കുവോ? നവഗ്രഹങ്ങളാണ് നമ്മുടെ ജാതകം നിർണയിക്കുന്നതെന്ന് പറയും. കർമ്മസാക്ഷി ദേവതകളാണ് അവര്. ഭഗവാൻ കൊടുത്തിരിക്കുക. മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഒക്കെ പാപഫലങ്ങള് അനുഭവിക്കാനായിട്ട് ഭഗവാൻ തന്നെ നവഗ്രഹങ്ങളായി രൂപം പ്രാപിച്ചിട്ടുണ്ടെന്നാ പറയണത്. ഈ നവഗ്രഹങ്ങൾ ആരിലൂടെയാണ് ഈ പാപങ്ങൾ കൊടുക്കണോ പുണ്യം കൊടുക്കണോ എന്ന് ആരിലൂടെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ കർമ്മസാക്ഷി ദേവതകൾ. സൂര്യൻ, ചന്ദ്രൻ, കാലം, ടൈം എന്ന് പറയുന്നത് ഒരു കർമ്മസാക്ഷി ദേവതയാണ്. കാലൻ, ധർമ്മരാജൻ, യമധർമ്മരാജൻ ഒരു കർമ്മസാക്ഷി ദേവതയാണ്. പഞ്ചഭൂതങ്ങൾ കർമ്മസാക്ഷി ദേവതയാണ്. ഇവരൊക്കെ ഭഗവാൻ വെച്ചിട്ടുണ്ട്. ഭഗവാൻ ഒന്നിലും ഇടപെടില്ല, ദേവി ഒന്നിലും ഇടപെടില്ല. ഇവരെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ചെയ്യണ കർമ്മങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. അതത് ആളുകൾക്ക് അതത് കർമ്മങ്ങൾ കൊടുക്കുക. നവഗ്രഹങ്ങളെ കർമ്മത്തിന് കൊടുക്കാനായിട്ടും നിയോഗിച്ചിട്ടുണ്ട്. വാച്ച് ചെയ്യാനായിട്ട് ഇവരും ഉണ്ട്. സൂര്യൻ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങൾ നടക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോ CCTV ഉണ്ടല്ലേ, പക്ഷെ അതിലും വലിയ CCTV ആണ് രാത്രിയിൽ ചന്ദ്രനായിട്ടും രാവിലെ സൂര്യനായിട്ടും ഇനി കർമ്മങ്ങൾക്ക് ഫലമായിട്ട് സമയമായിട്ടും. ടൈം, നല്ലത് ചെയ്താൽ എല്ലാം നല്ലത് ചെയ്യണു, എന്തേ എനിക്കൊന്നും നല്ലത് കിട്ടണില്ല? ക്ഷമ, വെയിറ്റ് ചെയ്യാ. ചിലപ്പോ 6 മാസം കഴിയുമ്പോ, 1 വർഷം കഴിയുമ്പോ. ഞാൻ അമ്മയെ കാണാൻ എത്ര കൊല്ലം കാത്തിരുന്നു. ഇപ്പോ ഇവിടെ ഇരുന്ന അമ്മയുടെ ഗുണങ്ങൾ പറയണു. നോക്കൂ, ദേവിയുടെ കളി നോക്കൂ, ലീലകൾ നോക്കൂ. അപ്പോ കാലമാണ് പാപത്തിന്റെ പുണ്യത്തിന്റെ ഫലമെല്ലാം നൽകുന്നത്. കാലം ഒരു കർമ്മസാക്ഷി ദേവതയാണ്. അതുപോലെ കാലൻ, യമധർമ്മരാജൻ. മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക എന്നറിയോ? അതെങ്ങനെയാ കുട്ടി മരിച്ചതിന് ശേഷം സംഭവിക്കുക? ആരെങ്കിലും മരിച്ചതിന് ശേഷം വന്ന് എന്താ ഉണ്ടായെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത. നമ്മുടെ ഗുരുക്കന്മാര് ത്രികാലജ്ഞാനികളാണ്. എഴുതി വെച്ചിട്ടുണ്ടെല്ലാം. വ്യാസ മഹാമുനി പുസ്തകത്തില് ഗരുഡ പുരാണം വായിച്ചിട്ടുണ്ടോ? ഗരുഡ പുരാണം വായിക്കണം. മരിച്ചതിന് ശേഷം എന്താണ് ഒരാത്മാവിന് സംഭവിക്കുക? എന്തിനാ കാലനെ നിയോഗിച്ചിരിക്കുന്നത്? മരണശേഷം 13 ദിവസം വരെ നമ്മള് ആത്മാക്കൾക്ക് ചെയ്യേണ്ട പിണ്ട കർമ്മ ബലി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ സ്ഥൂല ശരീരമല്ല നമ്മള്, ഇതിനുള്ളിൽ ഒരു സെർട്ടിൽ ബോഡി ഉണ്ട്, സൂക്ഷ്മ ശരീരം. അതിനും മുകളിൽ ഒരു കാരണ ശരീരം ഉണ്ട്, ഒരു വിത്തുണ്ട്.
ഉദാഹരണം പറയാം. ഒരു വൃക്ഷം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? വിത്തിൽ നിന്ന്. എന്തു വലിയ വൃക്ഷ! ഒരു കുഞ്ഞു വിത്തിൽ നിന്നാ ഉണ്ടാണല്ലേ? അപ്പോ വൃക്ഷത്തിന്റെ എല്ലാ ഗുണങ്ങളും കർമ്മങ്ങളും ഏതിലുണ്ട്? വിത്തിലുണ്ട്. വിത്ത് നടുമ്പോ വൃക്ഷം എങ്ങനെ വരൂല്ലേ? ഒരു ആദ്യം മുള പൊട്ടി, അപ്പൊ അതിന്റെ രൂപം വന്നു, സ്ഥൂല രൂപം വന്നു അല്ലെ? നോക്കുമ്പോ കുറച്ചു കഴിയുമ്പോ അത് വളരാൻ തുടങ്ങി. എങ്ങനെ വളരുന്നു? പരമചൈതന്യമായിട്ടുള്ള പ്രാണശക്തിയായ ദേവി ശക്തി അതിൽ പ്രവഹിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിന് പ്രാണശക്തി വരുന്നത്. അത് വളരാൻ തുടങ്ങണു. അപ്പൊ അതിന് ശരീരം ഭഗവാൻ കൊടുത്തു. ആ എന്നിട്ട് അതിന് ഊർജം ദേവി കൊടുത്തു. അപ്പൊ അത് വൃക്ഷമായി മാറി. എന്നിട്ട് അത് കൊഴിഞ്ഞു പോയി. അപ്പൊ അതിന്റെ സത്തെല്ലാം എവിടെ വന്നു? അതിന്റെ വിത്തിൽ വന്നു. അതുപോലെ നിങ്ങൾ ഓരോ ജന്മം എടുക്കുമ്പോഴും നിങ്ങളുടെ നിങ്ങള് സ്ഥൂല ശരീരം മരിക്കുമ്പോ പോയി. പക്ഷെ സൂക്ഷ്മ രൂപത്തിലെ മനസ്സും ചിത്തവും ബുദ്ധിയും എല്ലാം ഒരു സൂക്ഷ്മ രൂപം സ്വീകരിച്ച് പുറത്തേക്ക് വരും എന്നാ പറയണത്. ഈ സൂക്ഷ്മ രൂപമാണ് പിന്നെ നരകത്തിലും സ്വർഗത്തിലും ഒക്കെ പോകുന്നത്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ആന കുത്തുന്നത് അറിയുന്നുണ്ട്. നമ്മൾ ആന ഓടിച്ചു എന്ന് പറഞ്ഞ് നമ്മള് പേടിക്കുന്നുണ്ട് അല്ലെ? അയ്യോ ഭൂതം പിടിച്ചു ആ ഉറക്കത്തില്. ഇത് ഏത് ശരീരം അനുഭവിക്കണേ? സ്ഥൂല ശരീരം ഉറക്കത്തിലാ. സൂക്ഷ്മ ശരീരത്തിലാണ് എല്ലാം നടക്കുന്നത്. ഇതേ സൂക്ഷ്മ ശരീരാണ് മരിച്ചു കഴിഞ്ഞ് 13ാമത്തെ ദിവസം പുറത്തേക്ക് വരും. അന്നേരം ഈ ചിത്തവും ബുദ്ധിയും കർമ്മവാസനകളും എല്ലാം ഉണ്ടാവും അതിനകത്ത്. എല്ലാം അതിന് ഓർമ്മ ഉണ്ടാവും. ഇത് പിന്നെ യമദൂതന്മാര് രണ്ടറ്റത്തും വരും, പിടിക്കും, കൊണ്ടുപോകും. പിന്നെ യാത്രയാണ്, 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന യാത്ര. അതുകൊണ്ടാണ് 1 കൊല്ലം മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടില് നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത്, ആഘോഷങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയണത്. മരിച്ചവരോട് സ്നേഹമുള്ളവരെ ഇതൊക്കെ ചെയ്യുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവര് യാത്രയിലാണ്. എങ്ങോട്ടുള്ള യാത്രയില്? യമധർമ്മ രാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്രയിലാ. ആ യാത്ര വളരെ കഠിനമായിരിക്കും. ഭോഗപുരി, ലോഭപുരി, വൈതരണി, ഇങ്ങനെ ഒരുപാട് നഗരങ്ങള്, പ്രതീകാത്മകമായ നഗരങ്ങള്. കഴിഞ്ഞ ജന്മത്തില് അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കില് ഭോഗപുരിയിലെത്തുമ്പോ ശക്തമായ കാറ്റ് വീശും. അപ്പോ യമദൂതന്മാര് നടന്നു പോകും. നിങ്ങൾക്ക് അതില് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ സൂക്ഷ്മ ശരീരം കിടന്ന് പെടയും എന്നാ പറയണത്. അതുപോലെ ഒരു സ്ഥലത്തെത്തുമ്പോ വെള്ളവും ആഹാരവും ഒക്കെ നമ്മളെ പിതൃക്കന്മാരെ പിതൃദർപ്പണമായിട്ട് നമ്മൾ ചെയ്യുമ്പോ അതിന്റെയൊക്കെ ഫലമായിട്ട് അത് വെള്ളം, പഞ്ചഭൂതങ്ങൾ സാക്ഷികളാണ്. പഞ്ചഭൂതങ്ങളിൽ ജലമാണ്. നമ്മൾ എന്ത് ബലിതർപ്പണം ചെയ്യണോ അതിന്റെയൊക്കെ ഫലം പഞ്ചഭൂതങ്ങളേറ്റ് സൂര്യന് കൊടുക്കും. സൂര്യൻ അത് ഏത് ആത്മാവിനാണോ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കും. ഇതൊക്കെ നമ്മൾ അറിയണുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കണോ, അകത്ത് എന്തൊക്കെ പ്രക്രിയകൾ നടക്കണോ നമ്മൾ അറിയണുണ്ടോ? ഇതുപോലെ ബലിതർപ്പണം നിങ്ങൾ ചെയ്യുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളെ എന്താണോ, വസ്ത്രമാണ്, ജലത്തെ സാക്ഷിയാക്കി എന്റെ പിതൃക്കൾക്ക് ഞാൻ വസ്ത്രം ദാനം ചെയ്യുന്നു. വെള്ളം അതിന്റെ പുണ്യം സ്വീകരിക്കുന്നു, നേരെ സൂര്യന് കൊടുക്കുന്നു. സൂര്യൻ അത് നേരെ നിങ്ങളുടെ പിതൃക്കൾക്ക് കൊടുക്കുന്നു. ആ പിതൃക്കൾക്ക് അതിന്റെ പുണ്യം കിട്ടുമ്പോ ഇതുപോലുള്ള നഗരങ്ങളിൽ പോകുമ്പോ ചൂട്, തണുപ്പൊക്കെ ഏൽക്കും, ശരീരത്തിനെല്ലാം ഏൽക്കും. ഇതിൽ നിന്നൊക്കെയുള്ള പുണ്യം കൊണ്ട് അവർക്ക് സുഗമമായി നടന്നു പോകാൻ സാധിക്കും. ചിലര് പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരൊറ്റ കർമ്മം ചെയ്യരുത്. അഹങ്കാരാണ് പറയണത്. അങ്ങനെ പറയരുത്. നമ്മുടെ പിൻഗാമികള് നമുക്ക് ചെയ്യണ സൽക്കർമ്മങ്ങള് നമുക്ക് ഭഗവാന്റെ അടുത്തുള്ള യാത്രയിൽ ഉപകരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം അങ്ങോട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നത് പണ്ട് ഹിരണ്യകശിപുവും ഇതുപോലെയാ വിചാരിച്ചത്. ഈ ശരീരം മാത്രമാണ് ഞാനെന്ന്. തെറ്റാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരം എല്ലാം അനുഭവിക്കും. നമ്മുടെ എങ്ങനെയാണോ കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഇത് കത്തുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിന്റെ ഉള്ളിൽ പോകുന്ന എനർജിയെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതുപോലെ നമ്മുടെ സറ്റിൽ ബോഡി, നമ്മുടെ സൂക്ഷ്മ ശരീരം, എനർജി പ്രവഹിക്കുന്ന ഒരു സൂക്ഷ്മ ശരീരം നമുക്കുണ്ട്. ഇതാണ് നടന്ന് 13 ദിവസം കഴിയുമ്പോ, ഈ 13 ദിവസം വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പിതൃക്കളോട്, നിങ്ങൾ മരിച്ചവരോട് ആദരവ് കാണിക്കണം. അവരെ കുറ്റം പറയുക, കുറവ് പറയുക ഒന്നും ചെയ്യരുത്. അവര് തലയ്ക്ക് മുകളിൽ ഇരുന്ന്, അമ്മമാര് പറയും മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്, ഒന്നും പറയല്ലേ എന്ന് പറയും. സത്യമാണ്. സൂക്ഷ്മ ശരീരം സ്വീകരിച്ച് അവരിതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ഈശ്വര, ഇവർക്ക് വേണ്ടിയായിരുന്നല്ലോ ഞാൻ എന്റെ ഈ ജന്മം മൊത്തവും കളഞ്ഞത്. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ ഇത്രയും നാൾ എന്തുണ്ടാക്കി? പറയണ മൊത്തം കേൾക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. നമ്മൾ പിതൃക്കളെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം. മരിച്ചവരെ എന്നും ആദരിക്കണം. അവരുടെ ശരീരമാണ് നമ്മുടെ ശരീരം. നമ്മുടെ മൂക്കോ കണ്ണോ എന്തോ അപ്പൂപ്പന്മാരുടെ അമ്മമ്മമാരുടെ കൃപാകടാക്ഷാണ്. ഈ ശരീരത്തിലെ ഓരോ അംശത്തിലും അവരുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ആചരിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നായി പിതൃ ഋണം പറയുന്നത്.
പിതൃക്കളെ നമ്മൾ എപ്പോഴും ആദരിക്കണം. എന്നും രാവിലെ എണീക്കുമ്പോ തെക്കോട്ട് തിരിഞ്ഞ് ഇച്ചിരി വെള്ളമെങ്കിലും അവർക്ക് വേണ്ടി സമർപ്പിക്കണം. അത് അവർക്ക് എത്തും. അപ്പോ അപ്പൊ നമ്മള് മരണശേഷം ഇങ്ങനെ യാത്ര നടന്ന് അവസാനം യമപുരിയിലെത്തും. യമപുരിയിലെത്തുമ്പോ അവിടെ ഈ CCTV മൊത്തം പിടിച്ച കാര്യം ചിത്രഗുപ്തൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ TV കാണുന്ന പോലെ കഴിഞ്ഞ ജന്മങ്ങളിൽ മൊത്തം ചെയ്ത കാര്യം ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞ് കാണിക്കും. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ ഈ ജന്മത്തിൽ അനുഭവിച്ചു, അത് വെട്ടി. അടുത്ത ഇനി എന്തൊക്കെ അനുഭവിക്കാനുണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പോ കഴിഞ്ഞ 10 ജന്മത്തിന് മുമ്പുള്ള ഒരു കാര്യം അനുഭവിക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടേ? ധർമ്മരാജൻ എന്ന് ചോദിക്കുമ്പോ പറയും, ഒന്നില്ലേ ഈ നരകത്തിൽ പോയി ശിക്ഷ അനുഭവിക്കാം, അല്ലെ അടുത്ത ജന്മം എടുക്കാം എന്ന് പറയുമ്പോ ധർമ്മരാജൻ പറയും. അപ്പൊ നോക്കുമ്പോ നരകത്തിൽ നോക്കുമ്പോ ഹരി 28 നരകങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ് ഹരി. അതുകൊണ്ടാണ് ഹരേ 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 കൃഷ്ണ എന്ന് പറയുന്നതിന് കാരണം എന്താ? ഈ നരകങ്ങളിൽ പോകാതെ നമ്മളെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത്. അപ്പോ ഈ 28 നരകങ്ങളിൽ നിന്ന് ആത്മാക്കൾ ഇങ്ങനെ സൂക്ഷ്മ ശരീരത്തിൽ കിടന്ന് അനുഭവിക്കണത് നമ്മൾ കേൾക്കും. യമലോകത്തിന്റെ ഒരു ഭാഗമാണ് നരകലോകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ കേൾക്കുമ്പോ നമുക്ക് പേടിയാവും. വേണ്ട വേണ്ട വേണ്ട, നരകത്തിൽ ഞാൻ പോണില്ല, ഞാൻ അടുത്ത ജന്മം എടുത്തോളാന്ന് പറയും. അപ്പൊ എന്നാ ശരി, പിതൃലോകത്തിലേക്ക് പോയിക്കോളൂ, അവിടെ പോയി വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് സമയമാകുമ്പോ പറയും. പിതൃലോകത്തില് 3 സ്ഥലങ്ങളുണ്ട്: സാത്വിക തലം, രാജസിക തലം, താമസിക തലം. ഒരുപാട് ദുഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്ത് അനുഭവിക്കാനുണ്ടെങ്കിൽ നീചയോനിയിലേക്കായിരിക്കും ജനിക്കുക. അപ്പൊ അവിടെ തമ്മിത്തല്ല, അതായത് താമസിക പിതൃതലത്തിൽ തമ്മിത്തല്ല, അടുത്ത ശരീരം എനിക്കാണ് കേട്ടോ. അപ്പോ അവർ തമ്മിൽ നമ്മൾ ജയിലിൽ പോവൂലേ, അപ്പോ ജയിൽ പുള്ളികൾ തമ്മിൽ തമ്മിത്തല്ലൂലേ, അതേ സ്ഥിതിയാണ് പിതൃലോകത്തിലെ താമസിക തലം. രാജസിക തലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന തലാണ്. ഇവിടെ ഭരണകർത്താക്കളായിട്ടൊക്കെ ജനിക്കേണ്ട, എന്നാൽ ഒരുപാട് പണികൾ അനുഭവിക്കേണ്ട ആൾക്കാർ രാജസിക തലത്തിലാണ് വന്ന് റെസ്റ്റ് എടുക്കുന്നത്. അടുത്ത സാത്വിക തലം, പുണ്യാത്മാക്കളായിട്ട് ജനിക്കേണ്ടവര് സാത്വിക തലത്തില് സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് കാത്തിരിക്കും. അവർക്ക് നല്ല ശരീരം കിട്ടണം. അപ്പോ നല്ല ലക്ഷറി ജീവിതമൊക്കെ അനുഭവിച്ച് കുറച്ചു നേരം, കുറച്ചു കാലേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും കുറച്ചു കാലാണെന്ന്. പക്ഷെ നമ്മുടെ ഒരു ദിവസം നമ്മുടെ 365 ദിവസം എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ 365 ദിവസം എന്ന് പറയുന്നത് അവരുടെ ഒരു ദിവസമാണ്. അപ്പോ അവരവിടെ സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച് നല്ല ശരീരം കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ പിതൃലോകത്തിൽ പോയി കുറച്ചു നേരം, ഇത് ടെമ്പററി സ്റ്റേജ് ആണ്, അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നിയോഗം വരും, ഏത് ശരീരം സ്വീകരിക്കണം. ഹപ്പന് മേഘങ്ങളിലേക്ക് വന്ന് വീഴും ആത്മാവ്. അതോടുകൂടി സൂക്ഷ്മ ശരീരം അങ്ങോട്ട് ഉപേക്ഷിക്കും. പിന്നെ വിത്താണ് കാരണ ശരീരം. പൂർവ്വജന്മങ്ങളിലൊക്കെ ചെയ്ത കർമ്മഫലങ്ങളെല്ലാം ഈ ഒരു വിത്തായിട്ട്, നിങ്ങളൊരു കുഞ്ഞു വിത്തായിട്ട് അതിസൂക്ഷ്മ ശരീരമായി മേഘങ്ങൾ ഇങ്ങനെ, ചിലപ്പോ ന്യൂസിലാൻഡിലായിരിക്കും കഴിഞ്ഞ ജന്മത്തില്, മേഘം ഇങ്ങനെ വന്ന് നമ്മുടെ സുഹൃതി ഭാരതഭൂമിയില് മഴയായി പെയ്യും. മഴയായി പെയ്യുമ്പോ അത് നെല്ലിലൂടെ അന്നത്തിലൂടെ ഒക്കെ പുരുഷൻ ഭക്ഷിക്കും. ആ പുരുഷനിലാണ് പിന്നെ ജീവൻ സ്പേം ആയിട്ട് ഇരിക്കും. ആ പുരുഷൻ എപ്പോഴാണോ ഒരു സ്ത്രീ ആയിട്ട് ബന്ധപ്പെടുന്നത്, അപ്പൊ സ്ത്രീയുടെ ശരീരത്തിലെ അണ്ഡം ആ ജീവന് ഉള്ള ശരീരമായി മാറും. അപ്പൊ അമ്മയിൽ നിന്നല്ല, അമ്മയാണ് ശരീരം കൊടുക്കുന്നത്. ജീവൻ ആരടുത്തുനിന്നാണ് വരുന്നത്? അച്ഛന്റെ അടുത്തുനിന്നാണ് വരുന്നത്. അപ്പോ അങ്ങനെ, അതുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും തുല്യ സ്ഥാനം. അപ്പൊ അവര് നിങ്ങൾക്ക് അടുത്ത കർമ്മം ചെയ്യാനായിട്ട് ഒരു രൂപമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ. അത് മുകളിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാ. ഭഗവാൻ ചോദിക്കും, കുറെ പേരെ ചോദിക്കും, ഇതിൽ ആരെ വേണം അച്ഛനായിട്ട്? ഇദ്ദേഹത്തിന് മതി എന്ന് പറയും. അതായത് നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഓരോ കർമ്മത്തിനും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തില് ചെയ്തു പോയ വ്യക്തികളുമായിട്ട് ഒരു കർമ്മബന്ധമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം അയാൾ വരും, നമ്മളെ കൊല ചെയ്യും. കൊല്ലൂല, പക്ഷെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തും, നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കും. ചിലപ്പോ ഭർത്താവായിട്ട് കള്ളുകുടിയനായ ഒരു ഭർത്താവ് എപ്പോഴും കള്ളു കുടിച്ച് അടിക്കുക, കഴിഞ്ഞ ജന്മത്തിൽ അയാളെ കൊല്ലുകയോ ദ്രോഹിക്കുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം നമ്മൾ തന്നെയാ ചൂസ് ചെയ്യണം കേട്ടോ. മുകളിൽ ഭഗവാൻ ചോദിക്കും, ഇയാളെ മതിയോ? ഇയാളാകുമ്പോ ആപ്റ്റ് ആണ്, നിങ്ങളുടെ കഴിഞ്ഞ ജന്മ കർമ്മബലം തീരും. അന്നേരം നമ്മൾ പറയും ഇയാള് മതി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കൂട്ടോ, ഇയാള് മതി. ഇവിടെ വരുമ്പോ ഇങ്ങനെ എനിക്ക് എന്തിനാ തന്നത് ഭഗവാനേ? നിങ്ങളുടെ കർമ്മബന്ധം തീർക്കാനായിട്ട്, നിങ്ങളുടെ കർമ്മം തീർക്കാനായിട്ട് നിങ്ങൾ എന്നെ ചൂസ് ചെയ്തതാ. ഇയാളെ മതി എനിക്ക് അച്ഛനായിട്ട്, ഇയാളെ മതി എനിക്ക് ഭർത്താവായിട്ട്, ഇയാളെ മതി എനിക്ക് ഭാര്യയായിട്ട്, ഇയാളെ മതി എനിക്ക് കുട്ടികളായിട്ട്. ചിലപ്പോ ചോദിക്കും, എന്തിനാ ഇത് എന്റെ വയറ്റിൽ പിറന്നേ എന്ന് ചോദിക്കും ചില അമ്മമാര്.
നിങ്ങൾ പറഞ്ഞതാ. നിങ്ങളുടെ കർമ്മം തീർക്കാനായിട്ട് ഈ കുട്ടി ജനിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ നിങ്ങൾ അവിടെ വെച്ച് ഭഗവാനോട് പറയും, ശരി വേഗം ഇതിനെ എന്റെ കുട്ടിയായിട്ട് ജനിപ്പിച്ചിട്ട് എല്ലാം തീർത്തിട്ട് എന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കണേ എന്ന് പറയും. പക്ഷെ ഭൂമിയിൽ വരുന്ന ആ കുട്ടിയുടെ അടുത്തുനിന്ന് ഇത്രയും ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോ ആരെ പഴിക്കും? ദൈവത്തിനെ നിങ്ങൾ പഴിക്കും. പഴിക്കാൻ പാടുണ്ടോ? സന്തോഷമായിട്ട് നന്ദി പറയണം. കൃഷ്ണ താങ്ക് യു. ഈ കുട്ടിയിലൂടെ ഇത്രയും ദുരിതം അനുഭവിച്ചാലല്ലേ എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുള്ളൂ. ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? എത്ര പേര് പറയാറുണ്ട്? നന്ദി പറയാറുണ്ടോ? ദുഃഖത്തിനെല്ലാം നന്ദി പറയാറുണ്ടോ? ആരെങ്കിലും അടുത്തുനിന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടായി, അയാളോടും നന്ദി പറയണം. താങ്ക് യു. ഇതോടെ നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. എനിക്ക് വേഗം ഭഗവാന്റെ അടുത്തേക്ക് പോകാം. അതിനു പകരം നമ്മൾ എന്ത് ചെയ്യും? ഇവൻ എനിക്കിട്ട് പണിയെന്നോ, എന്നാ ഞാൻ 2 പണി അങ്ങോട്ട് തരും. അങ്ങനെയല്ലേ ചിന്തിക്കുക? അപ്പൊ വീണ്ടും അവിടെ കർമ്മയായി, പിന്നെ ലൂപ്പായി. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ജന്മം അയാള് നിങ്ങൾക്കിട്ട് പണി തരും, നിങ്ങൾ പിന്നെയും അയാൾക്കിട്ട് പണി കൊടുക്കും. ഇങ്ങനെ ജനിച്ച് ജനിച്ച് മരിച്ച് മരിച്ച് ഇങ്ങനെ ഇവിടെ നിന്നാ മതിയോ? മതിയോ? ഭഗവാന്റെ അടുത്ത്, ദേവിയുടെ അടുത്ത് ചെല്ലണ്ടേ? അതേസമയം ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരാള് മരിച്ചു ചെന്നാൽ എന്താ സംഭവിക്കുക? യമധർമ്മ രാജാവ് എണീറ്റ് നിൽക്കുന്ന പറയണത്. ആ ഭഗവാന്റെ നാമം ജപിച്ചൊരു ശുദ്ധാത്മാവിനെയാണ് 13 ദിവസം കഴിഞ്ഞ് യമന്റെ ആ കിങ്കരന്മാര് ആദരവോട് കൂടിയിട്ടാണ് സ്വീകരിക്കുക. ഭോഗപുരിയിലും ഈ പറയണ ലോപപുരിയിലും വൈതരണിയിലും ഒന്നും അവർക്ക് ഒരു അപകടം ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോവാ. അപ്പൊ നമ്മളെല്ലാം ആസ്വദിച്ച് യമധർമ്മ രാജാവിന്റെ അടുത്തെത്തുമ്പോ യമധർമ്മൻ എഴുന്നേറ്റ് നിൽക്കും. നാരായണന്റെ ഭക്തനാണോ ഇത് ദേവിയുടെ ഭക്തനാണോ എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നാ പറയണേ. പിതൃലോകത്ത് കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ആരൊക്കെയാണോ കാരണക്കാരെ അവർക്കെല്ലാം മോക്ഷം കൊടുക്കും. നിങ്ങൾ കാരണം നിങ്ങളുടെ പിതൃക്കൾക്കൊക്കെ അന്ന് മോക്ഷം കിട്ടും എന്ന് ആലോചിച്ച് നോക്കുമ്പോ നിങ്ങളുടെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കും. ഒരു ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരാൾ എന്റെ പിൻഗാമിയായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവർക്ക് മോക്ഷം കിട്ടാൻ. അപ്പൊ നിങ്ങൾ കയറി ചെല്ലുമ്പോ ടപ് 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 എന്ന് പറഞ്ഞ് അവിടെ പിതൃലോകത്തിരിക്കുന്നവർക്ക് എല്ലാം ഒന്നുകിൽ മോക്ഷം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് സാത്വികമായ ജന്മം കിട്ടും. അടുത്ത പിന്നെ മുകളിൽ തപലോകം, മഹർലോകം, നമ്മള് എല്ലാവരെയും കാണും. ധ്രുവനെ കാണും, പ്രഹ്ലാദസ്വാമിയെ കാണും, എല്ലാവരെയും ഭഗവാന്റെ ഭക്തരെ എല്ലാം കാണും. നമ്മൾ അടുത്ത ഗരുഡസ്വാമിയെ കാണും, നമ്മൾ ഹനുമാൻ സ്വാമിയെ കാണും. നമ്മൾ മുകളിൽ പോയി അവസാനം വിരജാ നദി കാണും. വിരജാ നദിയുടെ ഇപ്പുറം നമ്മുടെ സൂക്ഷ്മ ശരീരം അവിടെ ഉപേക്ഷിക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല. സച്ചിദാനന്ദ തുല്യമായിട്ടുള്ള ഭഗവാന്റെ ഒരു ശരീരം, അല്ല ഇനി ദേവിയാണെങ്കിൽ ദേവിയുടെ ശരീരം, ആ സച്ചിദാനന്ദ രൂപം സ്വീകരിച്ച് നമ്മൾ വൈതരണി ക്രോസ് ചെയ്യുമ്പോ തേജോജ്വലമായ ഒരു പ്രകാശം നമ്മൾ കാണുന്ന പറയണത്. അവിടെ അനന്തശേഷ നാഗത്തിന്റെ ഇങ്ങനെ ശയിക്കണ ഭഗവാനും ലക്ഷ്മി സ്വരൂപമായ ഭഗവതിയും നമ്മളെ സ്വീകരിക്കും പറയണത്. ഇവിടേക്ക് പോണ്ടേ? ഇവിടേക്ക് നിന്നാ മതിയോ? അവിടെ എത്തണ്ടേ? നമ്മൾ പിന്നെ യമലോകം വരെ പോവുക, പിന്നെ തിരിച്ച് പിതൃലോകത്ത് വരിക, മേഘങ്ങളിൽ വരിക, മഴയായി പെയ്യുക, ഏതെങ്കിലും അച്ഛനമ്മമാരുടെയും അതിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നൊരു മാറ്റം വേണ്ടേ? വേണോ? എന്താ വഴിയെന്താ? നാമം ജപിക്കുക. നിങ്ങളൊക്കെ സുഹൃതികളാണ്. കാരണം കലിയുഗത്തിൽ നാമം ജപിച്ചാൽ മാത്രം മതി ഈ സ്ഥലത്തെത്താം. ഭഗവാനെ കാണണ്ടേ? ചോറ്റാനിക്കര അമ്മയെ ഇങ്ങനെ വിഗ്രഹമായിട്ട് കണ്ടാ മതിയോ? ആ രൂപം കാണണ്ടേ? അടുത്തിരിക്കണ്ടേ? തലോടൽ അനുഭവിക്കണ്ടേ? സന്തോഷായിട്ട് ഇരിക്കണ്ടേ എപ്പോഴും? എപ്പോഴും ഈ ഭൂമിയിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പാട്, ദുരിതവും വിഷമവും സങ്കടവും മാത്രം മതിയോ? നമുക്ക് തിരിച്ചു പോണ്ടേ? എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു മടങ്ങണ്ടേ? അതിനൊരു വഴിയേ ഉള്ളൂ, നാമം ജപിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം, ഏത് സങ്കല്പത്തിലാണോ നിങ്ങൾ ഈശ്വരനെ കാണുന്നത്, ഗണപതി ആയിട്ടാണോ, സരസ്വതി ആയിട്ടാണോ, അമ്മയായിട്ടാണോ, ചൊറ്റാനിക്കര അമ്മയായിട്ടാണോ, ഗുരുവായൂരപ്പനായിട്ടാണോ, നീ ശ്രീവൻ നാരായണനായിട്ടാണോ, അല്ലെ പരമശിവനായിട്ടാണോ, ഏത് മന്ത്രവും ജപിക്കാം. നമശിവായ നമശിവായ നമശിവായ. എന്താ നമശിവായ? ശിവപഞ്ചാക്ഷരി മന്ത്രം. നമശിവായ എന്ന് ചൊല്ലണ എന്തിനാണ്? ശിവയ 5 പഞ്ചതത്വം. പഞ്ചതത്വം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുന്ന തത്വമാണ് നമശിവായ. അപ്പൊ നമശിവായ 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 എന്ന് ചൊല്ലുമ്പോ നമ്മുടെ പ്രാണശക്തി പ്യൂരിഫൈ ആവുന്ന പറയണത്. ഓം കൂടെ ചേർത്ത് കഴിയുമ്പോ അതിൽ പ്രാണൻ പ്രവേശിച്ച് അത് ശുദ്ധമായി മാറി. ആ മന്ത്രം ജപിക്കുന്ന ആള് ത്രാണനം ചെയ്യും, ഉയർത്തുന്നാ പറയണത്. നമശിവായ ജപിക്കാം.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 28 നരകങ്ങളിൽ എന്നെ കൊണ്ടുപോകരുതേ, എന്നെ രക്ഷിക്കണേ കൃഷ്ണ. ഓൾ അട്രാക്റ്റീവ്, എല്ലാം എല്ലാത്തിൽ നിന്നും വേർപെട്ട്, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഈ മായയിൽ നിന്നൊക്കെ വേർപെടുത്തി എന്നെ അങ്ങയിലേക്ക് അട്രാക്ട് ചെയ്യണേ, എല്ലാവരെയും ആകർഷിപ്പിക്കുന്നവൻ കൃഷ്ണൻ. ഹരേ കൃഷ്ണ ഹരേ രാമ 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 എന്ന് പറഞ്ഞാൽ ആത്മാവിൽ രമിക്കുന്നവൻ. ആത്മസ്വരൂപം, ആത്മബോധത്തിലെത്തി. ഞാൻ ആത്മാവാണ്, ഈ ശരീരമല്ല എന്നുള്ള ബോധത്തിൽ ആരെത്തിയോ അവൻ ആത്മാരാമൻ. ആ രാമതത്വം അറിഞ്ഞു കഴിഞ്ഞു. ഈ മന്ത്രം ജപിക്കാം, ഹരേ രാമ എന്നുള്ള മന്ത്രം ജപിക്കാം. ഇനി നമ്മുടെ ഗുണമനുസരിച്ച് നമുക്കൊരു ഗുരുവിനെ കിട്ടിയാൽ ആ ഗുരു നൽകുന്ന ദീക്ഷ പ്രകാരമുള്ള മന്ത്രം ജപിക്കാം. ഗുരു നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയേറ്റർ ആണ്. ചിലപ്പോൾ ഭഗവാൻ നമ്മുടെ തെറ്റ് ക്ഷമിക്കില്ല, പക്ഷെ ഗുരു ക്ഷമിച്ചാൽ ഭഗവാൻ ക്ഷമിക്കും എന്നാ പറയണം. അപ്പോ ഉത്തമനായ ഒരു ഗുരുവിനെ നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഗുരു ഉപദേശിക്കുന്ന മന്ത്രം വിശ്വാസത്തോടുകൂടി ജപിച്ചാലും ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏത് മന്ത്രം ജപിക്കുമ്പോഴാണോ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയും ശാന്തിയും സമാധാനവും കിട്ടണത്, ആ മന്ത്രം ജപിച്ച് പോണ്ടേ? വിത്തായിട്ട് നടന്നാ മതിയോ? ഈ വിത്തിനുള്ളിൽ എന്താ? പൂർവജന്മ കർമ്മ വാസനകളാണ്. പാട്ട് പാടാൻ അറിയില്ലായിരിക്കും. സോറി, ജനിച്ചു വീഴുമ്പോ തന്നെ ചിലർ തബല കൊട്ടും, ചിലർ വീണ വായിക്കും, ചിലർ പാട്ട് പാടും, നൃത്തം ചെയ്യും. അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ലായിരിക്കും. കുട്ടിയുടെ പൂർവ്വജന്മ കർമ്മ വാസനയാണത്. അപ്പം പൂർവ്വജന്മ ഇല്ല, ഈ കുട്ടി വെറുതെ പറയണതാ. ഈ ജന്മത്തോടെ തീർന്നു, കഴിഞ്ഞ ജന്മം ഇല്ല, അടുത്ത ജന്മം ഇല്ല. പിന്നെ എന്തിന് ഈ താപങ്ങൾ നമുക്ക് കിട്ടണോ? നമ്മൾ ഒരു തെറ്റും ചെയ്യണില്ലെങ്കിൽ നമ്മൾ എന്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കണോ? എന്തിനെനിക്ക് ഇങ്ങനെ ഒരു മകനെ കിട്ടി? എന്തിനെനിക്ക് ഇങ്ങനെ ഭർത്താവിനെ കിട്ടി? എന്തിനാ ബന്ധു എന്നെ ഇത്രയധികം പീഡിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു? ഈ കളി ഇവിടെ തുടങ്ങിയതല്ല, മുന്നേ തുടങ്ങിയ കളിയാ, ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ ഈ ലീല അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലീലാ പുരുഷോത്തമനായ ഭഗവാനെ അഭയം പ്രാപിക്കണം. അതാണ് അമ്മ കയ്യില് എന്താ മുദ്രയെ ധരിച്ചിരിക്കണേ? അഭയമുദ്ര. വാ ഇവിടെ ആത്മസമർപ്പണം ചെയ്യ്. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നീക്കിത്തരാം. നീ എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് ഇതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് മോക്ഷം വേണം, എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം, ഇനി അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുകയാണ്, അതൊന്നും എന്റെ അന്ന് ആവശ്യമില്ല. അതും ഓരോരുത്തരുടെ ജന്മ കർമ്മവാസനയാണ്. അത് തീരുമ്പോ ചിലപ്പോ അവർക്ക് ഹിമാലയത്തിലാണ് നിയോഗമെങ്കിൽ അവിടെ, ചിലപ്പോ കാശിയിലാണ് നിയോഗമെങ്കിൽ അവിടെ. അതുകൊണ്ട് ഒന്നും നമ്മൾ ഉപേക്ഷിക്കേണ്ട, എല്ലാം ചെയ്യണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ റോളുകളും ഭംഗിയായി അഭിനയിച്ചു. അഭിനയിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇവരൊക്കെ അജന്മാരാണ്, ജന്മമില്ലാത്തവരാ. പക്ഷെ ജനിക്കണ എന്തിനാ? നമ്മളെ പോലുള്ള ബുദ്ധിഹീനരായ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്ത് തിരിച്ചു വരേണ്ടതെന്ന് കാണിച്ചു തരിക, ഉദാഹരണം കാണിച്ചു തരിക. ഇപ്പോ നൃത്തം പഠിപ്പിക്കുമ്പോ ടീച്ചർ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് നൃത്തം ചെയ്ത് കാണിച്ചു തരും അല്ലെ? അതുപോലെ ഭഗവാൻ ഒന്ന് കാണിച്ചു തരിക, എങ്ങനെയാ ഇവിടെ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരാനാണ് രാമനായിട്ടും സീതയായിട്ടും ഹനുമാനായിട്ടും പിന്നെ കൃഷ്ണനായിട്ടും ഒക്കെ ഭഗവാൻ ജനിച്ച് ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നതാ. ഇങ്ങനെ ജീവിച്ചാൽ എന്റെ അടുത്ത് എത്താം. രാമായണം കർക്കിടക മാസാണ്. ത്യാഗത്തിന്റെ, ശുദ്ധിയുടെ, പരസ്പര്യ സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ പാഠങ്ങളാണ്. മുഴുവനും ദുഃഖാണ്. ഭഗവാന്റെ ഏത് അധ്യായം എടുത്തു നോക്കൂ, എല്ലാം ദുഃഖാണ്. എന്തൊരു ദുർഘടാണ് രാമന്റെ ജീവിതം. ഭഗവാൻ എല്ലാം ത്യജിക്കുകയാണ് ചെയ്തത്. എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട്. ഭഗവാൻ എല്ലാം പിടിച്ചടക്കി വേണമെങ്കിൽ വെക്കാം, എല്ലാം ത്യജിച്ചു. ത്യാഗമാണ് ഭഗവാൻ സ്വീകരിച്ച പാദം. എന്ന് പറഞ്ഞാൽ ത്യാഗാണ്. ഇനി കൃഷ്ണനാണെങ്കിലോ എല്ലാരും അങ്ങോട്ട് സ്നേഹിച്ചു കൊന്നു അല്ലേ? എത്ര അവതാരങ്ങളുണ്ട് ഭഗവാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തൊക്കെ അവതാരങ്ങളുണ്ട്. പക്ഷേ കൃഷ്ണാവതാരം ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മത്സ്യാവതാരം ഓർത്താൽ ആനന്ദം കിട്ടുമോ? കൂർമാവതാരം ഓർത്താൽ ആനന്ദം കിട്ടുമോ? ആനന്ദം, പരമാനന്ദം, പ്രേമം, ഭക്തി, സ്നേഹം, വാത്സല്യം, ഈ വികാരങ്ങള് നമുക്ക് കിട്ടുമോ? പക്ഷെ കൃഷ്ണാവതാരം ഒന്ന് ഓർത്തു നോക്കി, എന്തൊരു ആനന്ദാണ്. ഭഗവാന്റെ ലീലകൾ ഓർത്താൽ ആനന്ദം. ഇവിടെ നോക്കി, ഈ ഭാഗവത സപ്താഹവേദിയിൽ ഇനി കൃഷ്ണന്റെ കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോ പരമാനന്ദാണ് നമുക്ക്. എന്തൊരു ആനന്ദം, നമ്മളെല്ലാം മറന്നുപോകും. ഭഗവാന്റെ വൃന്ദാവന ലീലകൾ ഓരോന്നും ആനന്ദാണ്. എല്ലാം ആനന്ദം തന്നെ.
രൂപമായതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആനന്ദം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് രൂപം സ്വീകരിച്ചാൽ അത് കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ഓർക്കുമ്പോഴേ സന്തോഷം. അപ്പോ അങ്ങനെ ഈ ലീലാ പുരുഷോത്തമനായ ഭഗവാനിൽ അഭയവും ആശ്രയവും കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തിരിച്ചു മടങ്ങാനുള്ള ഒരു വഴി. എല്ലാവരും ഓ ഈ കുട്ടി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ പറയണത്? ഈ കുറെ പുസ്തകത്തിൽ ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്കറിയാം? ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. അമ്മ പറഞ്ഞതുകൊണ്ടല്ലേ അച്ഛൻ ആരാണെന്ന് മനസ്സിലായത്. നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങളുടെ അച്ഛനെ അമ്മേനെ അറിയായിരുന്നോ? അറിയില്ല. അമ്മ പറഞ്ഞു ഇതാണ് എന്റെ അമ്മ, അച്ഛൻ പറഞ്ഞു ഇതാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അച്ഛ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി അല്ലേ? അല്ല, ജനിച്ചു വീണപ്പോഴേ നിങ്ങളുടെ അച്ഛൻ അമ്മ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ജനിച്ചത്? അപ്പൊ നമ്മുടെ അറിവിന് ബുദ്ധിക്കൊക്കെ പരിധിയുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യത്തിനും പരിധിയുണ്ട്. കണ്ണിന് ഒരു ഒരു മറവ് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറയ്ക്ക് കാണാൻ നമ്മുടെ കണ്ണിന് സാധിക്കില്ല, എന്നാൽ ചെവിക്ക് സാധിക്കൂലേ? അപ്പുറം നടക്കണ ശബ്ദവും കേൾക്കാൻ സാധിക്കും. അപ്പൊ ചെവിയുടെ ശക്തി വേറെയാണ്, കണ്ണിന്റെ പവർ വേറെയാണ്. ഇനി നോക്കൂ, നമ്മൾ ഈ പുറമേക്കുള്ള കാര്യമേ അറിയണുള്ളൂ. ഉള്ളിൽ എന്തൊക്കെ നടക്കണു. ഒരു ഭക്ഷണം കഴിച്ചാൽ അത് ഉള്ളിൽ പോയി എന്തൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ശക്തി ഊർജവും ഒക്കെ കിട്ടണതല്ലേ? ഈ ഭക്ഷണത്തിലെ ഓരോ രസങ്ങള്, അതിലെ ജലം രക്തമായിട്ട് മാറണു. അതിലെ കൊഴുപ്പാണ് മജ്ജയും അസ്ഥിയുമായിട്ട് മാറുന്നത് അല്ലേ? ഇങ്ങനെ കൊഴുപ്പില്ലാത്ത സാധനങ്ങള് ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് കണ്ണ്, മൂക്ക് അതിന്റെ രൂപമായിട്ട് പ്രാപിക്കുന്നു. നോക്കൂ, എന്തൊക്കെ അത്ഭുതമാണ് നമ്മുടെ ശരീരം തന്നെ. അങ്ങനെയുള്ള ശരീരത്തിനെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം രാവിലെ എണീറ്റ് കൈ അനങ്ങാതിരുന്ന അയ്യോ എന്റെ ചെറുവിരൽ അനങ്ങണില്ല, നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടി പോകും അല്ലേ? ഒരു ചെറുവിരൽ അനങ്ങാതിരുന്നാൽ പോലും അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ അറിയാത്ത ബുദ്ധിശൂന്യമായ മനുഷ്യരെക്കാളും അറിവും കഴിവുമുള്ള ജ്ഞാനികളായ ഒരുപാട് ഗുരു പരമ്പരകളിലൂടെയാണ് ഭാരത സംസ്കാരം പുരോഗമിച്ചത്. ഈ സനാതന ധർമ്മത്തിന്റെ ചരിത്രം നമുക്ക് ഊഹിക്കാൻ സാധിക്കാത്ത വിധം പഴക്കമുള്ളതാണ്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാം ഇതിൽ നിന്നുണ്ടായതാണ്. എല്ലാ വിശ്വാസങ്ങളും നമ്മുടെ ധർമ്മത്തിലുള്ളത് തന്നെയാണ്. എല്ലാം നമ്മുടെ ധർമ്മത്തിൽ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല. ഈ ക്ഷേത്രങ്ങളിൽ വരുമ്പോ മുടി അഴിച്ചിട്ടിട്ട് വരരുതെന്ന് പറയും അമ്മമ്മമാര്. എന്തുകൊണ്ടാ? പണ്ടത്തെ കാലത്ത് സ്ത്രീകളൊക്കെ തല മറച്ചിട്ടാ. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും സ്ത്രീകൾ തല മറച്ചിട്ടാ നടക്കുന്നത്. ഇന്നൊരു മതവിഭാഗം മുഴുവനും തല മറച്ചാ നടക്കുന്നത്. എന്തുകൊണ്ടാ? നരകത്തിൽ പോയാൽ തീക്കൊള്ളി ആകുന്നത് കൊണ്ടല്ല. ഇത് നമ്മുടെ ധർമ്മത്തിൽ ഉണ്ട്. എന്താ അതിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി പെട്ടെന്ന് നെഗറ്റീവ് പോസിറ്റീവ് എനർജീസിനെ അട്രാക്ട് ചെയ്തെടുക്കുന്ന പറയണത്. അപ്പൊ താരക് ശക്തി എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ മാരക് ശക്തി എന്ന് പറഞ്ഞാല് നെഗറ്റീവ് എനർജീസിനെ ഒഴിവാക്കണം. താരക് ശക്തി കുറവുള്ള ഒരു അവയവമാണ് തലമുടി എന്ന് പറയുന്നത്. നെഗറ്റീവ് എനർജീസിനെ വേഗം അട്രാക്ട് ചെയ്തെടുക്കും തലമുടി. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആൾക്കാരെ പെട്ടെന്ന് തലമുണ്ടനം. എന്തിനാ? യോഗികളൊക്കെ തലമുടി, സ്ത്രീകൾ പോലും തല മൊട്ടയടിക്കും. എന്തിനാന്ന് വെച്ചാൽ ഏറ്റവും അധികം എനർജി നമുക്ക് പോകുന്നത്, ഏറ്റവും കൂടുതൽ തലമുടിയുള്ള സ്ത്രീകൾക്ക് ആയുസ് കുറവാണെന്ന് പോലും പണ്ടത്തെ അമ്മമാര് പറയാറുണ്ട്. കാരണം മാനസിക ശാരീരിക വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം അവരുടെ ശരീരത്തിൽ ഊർജപ്രവാഹം, നെഗറ്റീവ് എനർജി അങ്ങനെ അടിച്ചു കയറുന്നാ പറയണത്. അപ്പൊ അതുകൊണ്ട് എത്ര മുടി കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലതാന്നാ. ഇന്നത് ഫാഷനാണ്. ചില അമ്മമ്മമാര് സമ്മതിക്കും. ഈ മുടി ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാൻ പഠിക്കാം. ഇങ്ങനെയും പറയും, നമ്മുടെ മുടിയിൽ എല്ലാ ദേവീ ദേവന്മാരുണ്ട്, അതുകൊണ്ടാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മുടി കട്ട് ചെയ്യരുതെന്ന് പറയും. കാരണം മുടി ഐശ്വര്യമാണ്, അതായത് ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യമാണ്. ഈ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ദിവസമാണ്. അയ്യോ ചൊവ്വാഴ്ചയാണോ എന്നാ ചെയ്യില്ല. എന്നാൽ ചൊവ്വാഴ്ച ഏറ്റവും നല്ല ദിവസം മംഗൾവാറാണ്. മംഗൾവാറാണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി ഏറ്റവും അധികം കടാക്ഷിക്കുന്ന ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ചൊവ്വാഴ്ച. ലക്ഷ്മി ദേവിയെ ഇച്ചിരി പ്രാർത്ഥിച്ചാൽ മതി ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച നമ്മളെ ആർക്കും കടം കൊടുക്കരുതെന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലക്ഷ്മി നമ്മുടെ അടുത്തുനിന്ന് പോവും. ലക്ഷ്മി ദേവിയെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് കടം കൊടുക്കരുതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കടം കൊടുത്തതുകൊണ്ട് ഒരു ദോഷമല്ല എന്നല്ല, ലക്ഷ്മി ദേവിയോടുള്ള ആദര സൂചക. അത് ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് ചൊവ്വാഴ്ച.
ചൊവ്വാഴ്ച കല്യാണം വിവാഹം ഒന്നും നടത്തരുതെന്ന് ജ്യോത്സ്യം പറയും. ചൊവ്വാഴ്ച ആണെങ്കിൽ വേണ്ടാന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ചൊവ്വാഴ്ച അയ്യോ എന്തോ മോശം ശാപം കിട്ടിയ ദിവസമാണ്. അല്ല, ചൊവ്വാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിവസമാണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അവതാരാണ്, അംശാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് അയപ്പിക്കാന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയെ പടിയിറക്കി വിടുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചൊവ്വാഴ്ച ദേവിയുടെ ദിവസം ദേവിയെ ഇറക്കി വിടരുത് എന്ന് ദേവിയെ റെസ്പെക്ട് ചെയ്യുന്നോണ്ടാണ് ചൊവ്വാഴ്ച വിവാഹം വേണ്ടാന്ന് പറയണത്. അല്ലാതെ ചൊവ്വാഴ്ച മോശമായതുകൊണ്ടല്ല. തലമുടി വെട്ടരുത് എന്ന് പറയാൻ കാരണം ചൊവ്വാഴ്ച ലക്ഷ്മി ദേവി പ്രാധാന്യമുള്ളതാണ്. തലയില് നമ്മുടെ മുടി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. അപ്പൊ ആ ലക്ഷ്മി ദേവിയെ കട്ട് ചെയ്യരുത്, അനാദരവാണ് കട്ട് ചെയ്യാന്ന് പറയുമ്പോ. അതുകൊണ്ടാണ് ചൊവ്വയും വെള്ളിയും മുടി കട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചൊവ്വാഴ്ച മോശമായതുകൊണ്ടല്ല. ഇനി ചൊവ്വാഴ്ച ആരെങ്കിലും വെറുക്കോ? ചൊവ്വാഴ്ച നല്ല ദിവസമാണ്, ഹനുമാൻ സ്വാമിയുടെ ദിവസമാണ്, മംഗളാദേവിയുടെ ദിവസമാണ്, ശ്രീ ഭദ്രകാളി അമ്മയുടെ ദിവസമാണ്. ഏറ്റവും പ്രധാനം ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് ചൊവ്വാഴ്ച. അതുകൊണ്ടാണ് നമ്മൾ വീടൊക്കെ അടിച്ചു വൃത്തിയാക്കി ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. ഏറ്റവും നല്ല ദിവസമാണ് ചൊവ്വാഴ്ച. ആ ചൊവ്വാഴ്ച കുട്ടികൾ ജനിച്ച അയ്യോ ചൊവ്വാഴ്ച ഏറ്റവും ഉത്തമം. ജനിച്ചാൽ ചൊവ്വാഴ്ച പെൺകുട്ടികൾ ജനിച്ച ലക്ഷ്മി ദേവിയാണ് ജനിച്ചിരിക്കുന്നത്. ലക്ഷ്മി അംശാണ് എന്ന് പറയും ആ അറിവുള്ളവര്. അപ്പോ ഇങ്ങനെ നമ്മുടെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. അത് മര്യാദയ്ക്ക് നമുക്ക് ആരും പഠിപ്പിച്ചു തരാത്തത് കൊണ്ടാണ്. അതിനാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് സ്വസ്തിക ശ്രീ രാധേയം എന്ന് പറഞ്ഞ് ഞാനൊരു ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ട്. സ്പിരിച്വൽ ഫൗണ്ടേഷൻ ആണ്. അതുവഴി എത്ര ക്ഷേത്രങ്ങളിൽ ധർമ്മപ്രചരണം ചെയ്യാൻ സാധിക്കുമോ മക്കളെ, ഇപ്പോ 200ഓളം കുട്ടികളെ ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം, ഒരുപാട് ഗോപികുമാരുണ്ട് എന്നെ സഹായിക്കാൻ. അവരിലൂടെ ഞങ്ങൾ ഒരുപാട് പേർക്ക് വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഞാൻ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് വെച്ചാല് പൈസ ഉണ്ടാക്കാനല്ല. അത്ര ബുദ്ധിമുട്ട് ദേവി വരുത്തിയിട്ടില്ല. ഇപ്പോ ഒരു അന്നത്തിന് വേണ്ടി ഒരു ജോലി ഉണ്ട്, ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ എന്തിനാ ഉപയോഗിക്കണേന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഒരു കത്തി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? മീനറിയാം, മാംസം അറിയാം, ഒരു മനുഷ്യനെ കൊല്ലാം. പൂവ് അറിയാം അല്ലെ? ഒരു പൂവ് കത്തി ഉപയോഗിച്ച് അറിഞ്ഞൂടെ? അതുപോലെ സോഷ്യൽ മീഡിയ നമുക്ക് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. ധർമ്മ പ്രചരണത്തിന് ഞാനൊരു മാർഗമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഒരു ടൂളായിട്ട് ഉപയോഗിച്ചിരിക്കണു. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഈ സ്വസ്തിക പാർവതിക്ക് ഇവിടെ ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ വന്ന് ഇത്രയും പറയാനും സാധിച്ചത്. അതുകൊണ്ട് ഒന്നും മോശമല്ല, ഒന്നും നിസ്സാരല്ല. എന്ത് സൃഷ്ടി ഭഗവാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഓരോ കാലത്തിലും ഓരോ രീതിയിലെ ഓരോ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളെക്കാളും നന്നായിട്ട് ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാൻ ഏതേത് മാർഗങ്ങളിലൂടെയും നമ്മളിൽ എത്തും. ആ ക്ലിക്ക് കിട്ടാൻ ഏത് മാർഗവും ഭഗവാൻ സ്വീകരിക്കും. മാർഗമല്ല നമ്മുടെ പ്രാധാന്യം. എന്താണ്? ലക്ഷ്യമാണ്. ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാനായിരിക്കണം. അപ്പൊ ആ ഭഗവാൻ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സ്വസ്തിക ശ്രീ രാധേയം ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ത്രൂ ഇപ്പൊ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കലിയുഗത്തിൽ നാമജപം പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഇതുപോലുള്ള തെറ്റിദ്ധാരണകള് ധർമ്മത്തിൽ ഒരുപാട്. എന്തിനാ വളയിടുന്നത്? എന്തിനാ പാദസരം ഇടുന്നത്? എന്തിനാ മൂക്കുത്തി ഇടുന്നത്? എന്തിനാ ഷർട്ട് ഊരിയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്? ചോദിച്ചാ അറിയില്ല. എല്ലാരും ചെയ്യണു, ഞാനും ചെയ്യണു. ഒന്നിന്റെ ആൻസർ അറിയില്ല. എല്ലാത്തിനും പിന്നിലും നമ്മുടെ ശാസ്ത്രത്തിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നും വെറുതെ ഇല്ല. എന്തിനാ ബലിതർപ്പണം ഇടുന്നേ? എന്തിനാ ശ്രാദ്ധകർമ്മങ്ങൾ നിർവഹിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ എന്തിനാണെന്ന്? പിതൃകർമ്മം ചെയ്യണ എന്തിനാണെന്ന് മനസ്സിലായോ? എല്ലാത്തിന്റെ പിന്നിലും ഒരു കാര്യമുണ്ട്. കാര്യമില്ലാതെ ഒന്നും നമ്മുടെ പൂർവികരെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. എല്ലാത്തിനും പിന്നിലും ഒരു കാര്യമുണ്ട്. എല്ലാത്തിന്റെ പിന്നിലും കാര്യമുണ്ട്. ആ കാര്യം തിരഞ്ഞ് അന്വേഷിക്കാനുള്ള ജിജ്ഞാസാ മനോഭാവം എപ്പോഴുണ്ടാകണോ അപ്പോ ആ വഴി തെളിഞ്ഞു. പിന്നെ ഭഗവാൻ അങ്ങോട്ട് ഉന്തി നിങ്ങളെ അവിടെ എത്തിക്കും. വെറുതെ നിന്നു കൊടുത്താൽ മതി. എന്റെ അനുഭവമാണത്. ആ അനുഭവമാണ് ഇവിടെ വന്നിരുന്നു പറയണതും. എല്ലാം അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പറയണത്. അല്ലെ ചുമ്മാ വല്ല പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ടോ ഈ കുട്ടിക്ക് എന്ത് കാര്യമുണ്ട്, എന്ത് അനുഭവമുണ്ട്? അനുഭവം ഈ ജന്മത്തിലെ 38 വർഷത്തെ അനുഭവം അല്ല പറയണത്. ചിലപ്പോ 1000, 10,000 വർഷത്തെ അനുഭവങ്ങളാണ് ഉറങ്ങിക്കിടക്കണ. അതാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അത് നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട്. അതെന്ന് തിരിച്ചറിയണോ? ആത്മബോധം, ആത്മസാക്ഷാത്കാരത്തിലെത്തി വഴി തെളിഞ്ഞു. പിന്നെ നാമം ജപിച്ച് മുന്നോട്ട് നടക്കുക. ആ സ്വരൂപനായ ഭഗവാൻ നിങ്ങളെ അവിടെ എത്തിക്കും. എല്ലാവരും എത്തട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ? എല്ലാവർക്കും ആദിപരാശക്തിയായ
ജ്യോതിസ്വരൂപിണിയായ ആ ചോറ്റാനിക്കര ഭഗവതി വിദ്യാസ്വരൂപിണിയാണ്, ഐശ്വര്യദായിനിയാണ്. മാത്രല്ല അഭയവരദായിനിയാണ്. എല്ലാം ആ തൃപ്പാദത്തിൽ സമർപ്പണം ചെയ്യൂ. ഒന്നും നിങ്ങൾ ആവശ്യപ്പെടരുത്. ഇത് തന്നാൽ ഞാൻ അത് ചെയ്യാം. അവിടെ വെറും കച്ചവടമാണ്. അതിനു പകരം ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു, ഞാൻ അമ്മയുടെ തൃപ്പാദത്തിൽ അഭയം ചെയ്യാണ്, ഒന്നും അറിയില്ല, എന്റെ ബുദ്ധിയും മനസ്സും ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ നിഷ്കാമമായ ഭക്തി, നിങ്ങൾ എന്ത് വലിയ സ്വർണ്ണ തളികയിലാണ് സമർപ്പിക്കണേന്നല്ല ദേവി നോക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയാണ് നോക്കുക. നിങ്ങൾ എന്ത് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ എന്ത് വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങള് എന്താണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, ഇതൊന്നും അമ്മ നോക്കില്ല. അമ്മ എന്താ നോക്ക? മനസ്സില് ഭക്തി ഉണ്ടോ, ശുദ്ധി ഉണ്ടോ, സ്നേഹം ഉണ്ടോ എന്നോട്, ഇതൊക്കെ പറയണത് ചെയ്യണമൊക്കെ ആത്മസമർപ്പണത്തോടു കൂടിയാണോന്ന് മാത്രമേ അമ്മ നോക്കുള്ളൂ. അത് ചെയ്യണ ആളെ എവിടെയും സംരക്ഷിക്കും. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് ഒരിക്കലും നാശം ഉണ്ടാവില്ല. ഏതു പാപക്കുണ്ടിൽ നിന്ന് ഞാൻ അവനെ കൈ പിടിച്ചുയർത്തുന്ന ഭഗവാൻ പറയണം. മുങ്ങാണെങ്കിൽ ഇത്ര വരെ മുങ്ങുള്ളൂ. പന്താർപൂരില് പാണ്ഡുരംഗ വിടല എന്ന് പറഞ്ഞൊരു ഭഗവാൻ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ മഹാരാഷ്ട്രയില്? അദ്ദേഹം ഇങ്ങനെയാ നിക്കണ, ഭഗവാന്റെ രൂപമാണ്. രുക്മിണി സമേതനായി നിക്കണ ഭഗവാൻ എങ്ങനെ നിക്കണം? പാണ്ഡുരംഗ വിടല. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഭഗവത് കൃപാ കടാക്ഷം. അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ ഭക്തൻ മുങ്ങാണെങ്കിൽ ദാ ഇവിടം വരെ, ഇവിടെ എത്തും. ഇവിടെ വെള്ളം കയറുമ്പോഴേക്കും ഇങ്ങോട്ട് പിടിച്ചു വലിച്ച് കയറ്റുന്നാ പറയണേ. നോക്കൂ, ആ ഭഗവാന്റെ വാക്ക് മാത്രം മതി, വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. മനുഷ്യരെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും ഡബിൾ ട്രിപ്പിൾ ഫേസസ് ആണ്. ഇന്ന് കാണുന്ന ആള് ഇന്നത്തെ ബന്ധു, നാളത്തെ ശത്രു. ആരെയും വിശ്വസിച്ചിട്ട് കാര്യമില്ല. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ സാധിക്കില്ല. കലിയുഗാണ്. ആരെ മാത്രം വിശ്വസിക്കുക? ഭഗവാനെ മാത്രം വിശ്വസിക്കുക. ഭഗവാൻ മാത്രം ഉണ്ട്. ആ കൈ മുറുക്കം പിടിക്കുക. നിങ്ങൾക്ക് വിഷമവും സങ്കടവും തോന്നുമ്പോ ആ തൃപ്പാദത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അന്തര്യാമിയായിരിക്കണ ഈശ്വരനെ പ്രാർത്ഥിക്കുക. കണ്ണടച്ച് ഇച്ചിരി നേരം ധ്യാനം ചെയ്താൽ മതി. എന്താണോ കിട്ടാത്തത് അത് നിങ്ങൾക്ക് കിട്ടും. മനസ്സ് തെളിയും. നാമം ജപിച്ചാൽ മാത്രം മതി. നാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഓർത്താൽ അപ്പൊ അവിടെ തെളിയും. ഇതെന്റെ വാക്ക്, ഭഗവാന്റെ വാക്ക്, ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ തന്ന വാക്ക്. പിന്നെ ഭഗവത്ഗീത പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഭഗവത്ഗീത. ദേവി മഹാത്മ്യം കയ്യിൽ പിടിച്ചു നടന്നാൽ സംരക്ഷണമാണ് എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാവരും 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയെങ്കിൽ 700 ശ്ലോകം തന്നെയാണ് ഭഗവത്ഗീതയായ ദേവി മഹാത്മ്യത്തിലും. നിങ്ങൾ ദേവി മഹാത്മ്യം പഠിക്കാൻ ശ്രമിക്കുക. അതും നിങ്ങൾക്ക് വളരെ രക്ഷയാണ്. ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും നിങ്ങളുടെ പ്രാണശക്തി വർദ്ധിക്കും, നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കും. എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പോ കുറേ സമയമില്ല. അപ്പോ വാക്കുകൾ ചുരുക്കുകയാണ്.